നമസ്കാരം. ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ 47 വർഷത്തെ അഭിനയ ജീവിതത്തിൻ്റെ പരിചയ സമ്പന്നതയുമായി മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. മികച്ച പ്രതികരണവുമായി ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോയും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പറയുവാൻ പോകുന്നത് ഈ വർഷം, അതായത് 2024 അവസാനമായപ്പോഴേക്കും മലയാള സിനിമയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ OTTയുടെ സഹായത്തോടെ കൈപിടിച്ചു നടന്ന മലയാള സിനിമ പിന്നീട് വന്ന ഹേമ കമ്മിറ്റി വിവാദത്തിൽ ആടിയുലഞ്ഞു. അതിനെയും അതിജീവിച്ച് പുതിയ തരത്തിലേക്ക് സിനിമാ ലോകം കടക്കുകയാണ്. മൊത്തത്തിലുള്ള കണക്കുകളിൽ 2024 അത്ര ശുഭകരമായ വർഷമായിരുന്നില്ല. 100 കോടി നേടിയ സിനിമയുണ്ടായിട്ടും വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ വിജയം നേടിയിട്ടുള്ളൂ. 207 സിനിമകളാണ് ഇതുവരെ റിലീസ് ചെയ്തത്. 2023 223 സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. 2024 സിനിമകളിൽ കണക്ക് പ്രകാരം നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടിയത് 22 സിനിമകളിൽ മാത്രമാണ്. 2024 സൂപ്പർ ഹിറ്റ് മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ്. അതിൻ്റെ വിജയം ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ നിർമ്മാതാക്കൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസുകളും പിന്നാലെ വന്നിരുന്നു. ആകെ 22ഓളം സിനിമകൾ മാത്രമാണ് 2024 ലാഭം നേടിയതായി കണക്ക് കൂട്ടുന്നത്. ഏതാണ്ട് മൊത്തം 1000 കോടിയോളം 2024 നിർമ്മാതാക്കൾക്ക് നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ടെലിവിഷൻ, സാറ്റലൈറ്റ്, OTT എന്നിവ നല്ല പിന്തുണ മലയാള സിനിമയ്ക്ക് നൽകിയിരുന്നുവെങ്കിലും പിന്നീട് അവർ കർശന നിബന്ധനകൾ വെച്ചു തുടങ്ങിയതോടെ വരുമാന സ്രോതസ്സുകൾ കുറഞ്ഞു തുടങ്ങി. ഇത് പിന്നീട് സിനിമകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ വിജയം നേടിയ സിനിമകൾക്ക് മാത്രമേ OTTയിലും സാറ്റലൈറ്റിലും രക്ഷയുള്ളൂ എന്നതാണ് അവസ്ഥ. 2024 സൂപ്പർ ഹിറ്റ് ചാർട്ട് നോക്കിയാൽ മുന്നിൽ നിൽക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ്. ഇതിന് പ്രധാന കാരണം ഈ സിനിമ തമിഴ്നാട്ടിലും വിജയം നേടിയതാണ്. ഫിലിം ചേംബർ നടത്തിയ നിരീക്ഷണത്തിൽ 11 സിനിമകളാണ് ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയത്. അതിൽ സൂപ്പർ ഹിറ്റുകൾ നോക്കിയാൽ മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം, ആവേശം, ആടുജീവിതം, വർഷങ്ങൾക്കു ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ, ടർബോ, വാഴ, ARM, കിഷ്കിന്ധാകാന്ഡം എന്നിവയാണ്. ഹിറ്റുകളുടെ ലിസ്റ്റ് നോക്കിയാൽ എബ്രഹാം ഓസ്ലർ, അന്വേഷിപ്പിൻ കണ്ടെത്തും, ബൊഗൈൻ വില്ല, ഹലോ മമ്മി, സൂക്ഷ്മദർശിനി, പണി എന്നിവയൊക്കെയാണ്. ശരാശരി ഹിറ്റുകൾ നോക്കിയാൽ തലവൻ, ഗോളം, നുണക്കുഴി, അഞ്ചക്കള്ളക്കോക്കൻ, ഉള്ളൊഴുക്ക് എന്നിവയുണ്ട്. ഇപ്പോൾ അവസാനമായി റിലീസ് ചെയ്ത ചിത്രങ്ങളും താമസിയാതെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കും എന്ന് കരുതാം. മറ്റൊരു വലിയ പ്രത്യേകത, സൂപ്പർ ഹിറ്റിൽ 3 ഒഴികെ ബാക്കിയെല്ലാം സംവിധാനം ചെയ്തത് പുതുമുഖ സംവിധായകർ എന്നതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, മലയാള സിനിമകൾ കേരളം വിട്ട് ആഗോളതലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ധൈര്യം കാട്ടി തുടങ്ങിയിട്ടുണ്ട്. പാൻ ഇന്ത്യൻ റിലീസുകൾ തയ്യാറാക്കാൻ മലയാള സിനിമാ ലോകവും തുടങ്ങിക്കഴിഞ്ഞു. 100 കോടിക്ക് മുകളിൽ ചിലവിടുന്ന സിനിമകൾ ഇപ്പോൾ ഇറങ്ങുകയാണ്. 2025 ഇറങ്ങുന്ന പൃഥ്വിരാജിൻ്റെ എമ്പുരാന് 180 കോടിയോളമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരുടെ വൻ ബഡ്ജറ്റ് സിനിമയായ ബസൂക്കയും 2025 പ്രതീക്ഷയാണ്. 2024 കണക്കുകൾ നോക്കിയാൽ മൊത്തത്തിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാണുന്നത്. ഏകദേശം 65 കോടി ബഡ്ജറ്റിൽ തയ്യാറാക്കിയ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മോഹൻലാൽ ചിത്രമായ മലയക്കോട്ട വാലിബന് 30 കോടിയോളമേ നേടുവാനായിട്ടുള്ളൂ. 82 കോടി ചിലവാക്കിയ ബ്ലസ്സിയുടെ ആടുജീവിതം 160 കോടിയോളം നേടി. അപ്പോഴും ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ വൻ ബഡ്ജറ്റ് ചിത്രങ്ങൾ ഇറക്കിയാൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനാകുമോ എന്നതാണ്. ബറോസ്, എമ്പുരാൻ, ബസൂക്ക എന്നിവയിൽ വലിയ പ്രതീക്ഷകളാണ് മലയാള സിനിമ വെച്ചു പുലർത്തുന്നത്. ഇതിനെല്ലാം കാരണമാകുന്നത് മുൻപത്തേക്കാൾ മലയാള സിനിമകൾക്ക് രാജ്യമെമ്പാടു നിന്നും കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കുന്നതാണ്. കേരളത്തിലെ പ്രേക്ഷകരെ മാത്രം ഉദ്ദേശിച്ചല്ല ഇപ്പോൾ സിനിമകൾ നിർമ്മിക്കുന്നത്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിൽ എത്തുന്നത് ഇനി വരാനിരിക്കുന്ന മറ്റു ചിത്രങ്ങൾക്കും ഒരു പ്രചോദനമാകും. ഇവിടെ പ്രധാനമായും സൂചിപ്പിക്കേണ്ട ഒരു കാര്യം പ്രേക്ഷകരുടെ മാറ്റമാണ്. സിനിമയുടെ ഉള്ളടക്കം മനസ്സിലാക്കി മാത്രമേ ഇപ്പോൾ പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തുകയുള്ളൂ. വൻ ബഡ്ജറ്റ് സിനിമകളെയൊക്കെ പുല്ലുപോലെ തള്ളിക്കളയുന്നവരാണ് ഇപ്പോഴത്തെ പ്രേക്ഷകർ. നല്ല കഥാതന്തുക്കൾ തേടിയാണ് ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കളുടെ നടപ്പ്. ഒരിക്കലും പ്രേക്ഷകരെ വിലയിരുത്തുവാൻ കഴിയാത്ത അവസ്ഥയുമാണ്. സമീപകാലത്ത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിലിറങ്ങിയ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ വിജയം തന്നെ അതിൻ്റെ ഉള്ളടക്കത്തിലെ മികവ് തന്നെയാണ്. അതായത് പണമൊഴുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നിസ്സംശയം പറയാം. സൂപ്പർ സ്റ്റാറിൻ്റെ മുഖം മാത്രം കണ്ട് തിയേറ്ററിൽ എത്തുന്ന കാലവും പോയി കഴിഞ്ഞു.
മൊഴിമാറ്റ അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ എത്തി വിജയം നേടുന്നതും കാണേണ്ടതാണ്. ഇനിയൊന്ന് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം തന്നെയാണ്. സിനിമാ റിവ്യൂകൾക്കെതിരെ കോടതി പോലും വടിയെടുത്ത സാഹചര്യമാണ് ഇപ്പോൾ. പല സിനിമകളെയും വിജയിപ്പിക്കുന്നതിലും പരാജയപ്പെടുത്തുന്നതിലും സോഷ്യൽ മീഡിയയുടെ പങ്ക് ഒട്ടും ചെറുതല്ല. കഥയും സ്ക്രിപ്റ്റും ഡയലോഗും ഒക്കെ വിലയിരുത്തുവാൻ ഒരു ശരാശരി സാധാരണ പ്രേക്ഷകന് പോലും ഇപ്പോൾ കഴിയുന്നുണ്ട്. പ്രേക്ഷകരെല്ലാം സെലക്റ്റീവായി മാറിയിരിക്കുകയാണ്. വലിയ സാങ്കേതിക മികവാണ് ഇന്ന് ഇറങ്ങുന്ന സിനിമകളിൽ എടുത്തു പറയേണ്ടത്. അതിനോടൊപ്പം തന്നെ മികച്ച കഥയും കൂടിച്ചേർന്നാൽ മാത്രമേ സിനിമകൾ വിജയിക്കുകയുള്ളൂ. തിയേറ്ററിൽ ഒരു ഇളക്കം സൃഷ്ടിച്ച ചിത്രങ്ങൾ പിന്നീട് കൂടുതൽ പേരിൽ എത്തുന്നത് OTTയിലൂടെയാണ്. അതിലെ വിജയ സാധ്യത കൂടി കണക്കിലെടുത്താണ് സിനിമകൾ ഇപ്പോൾ തയ്യാറാക്കപ്പെടുന്നത്. കുതിച്ചുയരുകയാണ് ഇന്ന് സിനിമാ നിർമ്മാണ ചെലവ്. ഒരു സാധാ ചിത്രത്തിന് പോലും ദിവസവും 5 ലക്ഷത്തിലധികം ചിലവുണ്ട്. നേരത്തെ സാറ്റലൈറ്റ് വാല്യൂ കൂടി കണക്കാക്കി പ്രതിഫലം ഉയർത്തിയ താരങ്ങൾ പിന്നീട് അത് കുറയ്ക്കാത്തതും നിർമ്മാണ ചെലവ് കൂടുകയാണ്. സെലക്റ്റീവായ പ്രേക്ഷകരും നിർമ്മാണ ചെലവിലുണ്ടായ വർധനയും ഇന്ന് മലയാള സിനിമ നേരിടുന്ന വെല്ലുവിളികളാണ്. അപ്പോൾ 2025 പുതിയ പ്രതീക്ഷകളാണ് മലയാള സിനിമയ്ക്ക് നൽകുന്നത്. നല്ല ആസ്വാദന മികവുള്ള ചിത്രങ്ങൾക്കായി കാത്തിരിക്കാം. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക്, ഷെയർ എന്നിവയൊക്കെ നൽകുക.